നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥി സതീഷ് കെ സതീഷ്, ഷമീം, അനം അബ്ദുറഹീം സാഹിബ്, പ്രിയപ്പെട്ട തനിമ പ്രവർത്തകരെ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കലാ സാഹിത്യ രംഗങ്ങളിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതാത് വിഷയങ്ങളിൽ നമ്മളിതുപോലെയുള്ള പഠന സഹവാസ ക്യാമ്പുകൾ എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട്. സാഹിത്യത്തിലെയും കലയിലെയും ഒരുപാട് മേഖലകൾ നമ്മൾ ഇതിനകം തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നാടകത്തിൻ്റെ ദിവസമാണ്. അതിന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വേണ്ടി ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നാടകത്തിൻ്റെ ചരിത്രം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ സാഹിത്യ കലാ വിഭാഗങ്ങളും ജന്മമെടുത്തത് പുരാതന ഗ്രീസിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏഥൻസിലെ എറീന എന്ന് പറയുന്ന വളരെ വിശാലമായ സ്റ്റേഡിയം പോലെയുള്ള ഒരു സ്ഥലത്ത് ചുറ്റും കൂടിയിരിക്കുന്ന പ്രേക്ഷകർക്ക് കാണാൻ കഴിയും വിധം ആ മൈതാനത്തിൻ്റെ മധ്യത്തിൽ വൃത്താകൃതിയിലുള്ള ഒരു സ്റ്റേജിൽ അഭിനേതാക്കൾ വന്ന് അവരുടെ പ്രകടനം കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിലൊന്നും അഭിനയത്തിന് പ്രാധാന്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിനനുയോജ്യമായ വലിയ മാസ്കുകൾ ധരിച്ചുകൊണ്ടാണ് അവരവിടെ പ്രകടനം നടത്തിയിരുന്നത്. അവരുടെ ആംഗ്യവിക്ഷേപങ്ങളും ശരീരചലനങ്ങളുമാണ് പ്രധാനമായിട്ടുള്ളത്. മുഖഭാവം ഈ മാസ്ക് കൊണ്ട് മറക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ കഥകളിയോടൊക്കെ കുറേയധികം സാമ്യമുള്ള ഒരു രീതിയായിരുന്നു അത്. പിന്നീട് ക്രമേണ ഈ മാസ്കുകൾ മാറുകയും അതിൻ്റെ ചിട്ടവട്ടങ്ങൾ, പ്രേക്ഷകരും അഭിനേതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അതൊക്കെ മാറി മറിയുകയും അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ സതീഷ് കെ സതീഷ് സാർ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമ്മുടെ ആർഷഭാരതത്തിലെ മുനിമാരൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങളും മറ്റൊക്കെ രചിച്ചിട്ടുണ്ട്. അഭിനയത്തെക്കുറിച്ചുള്ളത് നാട്യശാസ്ത്രമാണ് ഭരതമുനിയുടെ. നമ്മൾ നൽകുന്ന എല്ലാ വർഷവും ഏറ്റവും നല്ല ഇന്ത്യയിൽ നടന് നൽകുന്ന അവാർഡ് ഭാരത് അവാർഡും ഭരതമുനിയുടെ ഒരു അനുസ്മരണമാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് വളരെ അഭിമാനത്തോടെയൊന്നും സംസാരിക്കാൻ കഴിയില്ല. കാരണം എല്ലാ തരത്തിലുള്ള വേദങ്ങളും സവർണർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടതാണ്. സംസ്കൃത നാടകങ്ങളിൽ പോലും ഈ നീചജാതിക്കാർ എന്ന കൊട്ടേഷനിൽ പറയപ്പെടുന്ന പാർശ്വവൽക്കപ്പെട്ട ജനവിഭാഗത്തിന് അതിൽ അഭിനയിക്കാൻ അവകാശമില്ല. അഭിനയിച്ചാൽ തന്നെ അവർക്ക് സംസ്കൃതം ഉച്ചരിക്കാനുള്ള അവകാശമില്ല. നാട്യശാസ്ത്രം പറയുന്നത് എല്ലാ തൊഴിലാളികൾ, രോഗികൾ, അധകൃതർ, അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ താഴേക്കടയിൽ നിൽക്കുന്നവരെല്ലാവരുടെയും നിറം കറുപ്പായിരിക്കണം നാടകത്തിൽ. അങ്ങനെയുള്ള ഒരുപാട് ഉച്ചനീചത്വങ്ങൾ പിന്നെ വളരെ വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. നാട്യശാസ്ത്രത്തിൽ നവരസങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യമുണ്ടായിരുന്നത് 8 രസങ്ങൾ മാത്രമാണ്. 9ാമത്തെ രസം പിന്നീട് ചേർക്കപ്പെട്ടതാണ്, ശാന്തം എന്ന രസം. അഭിനവഗുപ്തനാണ് ഈ നവരസങ്ങളെ ഒരു കലാരൂപമായി വികസിപ്പിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നാട്യശാസ്ത്രത്തിൻ്റെ സൗന്ദര്യ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ക്ലാസിക് കലകളും ജാതി വിവേചനപരമാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിരുദ്ധവുമാണ്. നമ്മൾക്കറിയാമല്ലോ, ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ വർഷം 2 വർഷങ്ങൾക്ക് മുമ്പാണ് RLV രാമകൃഷ്ണന് തൻ്റെ കല പ്രകടിപ്പിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടത്.
കാലടി സംസ്കൃത സർവകലാശാലയിലും ഒരു അധകൃത വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ തീസിസും അവരുടെ കലയുമൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹം അവിടെ തുടങ്ങിയ ഈ ഭരതമുനി എഴുതി വെച്ചത് ഇന്നും നമ്മുടെ സവർണ ജാതിക്കാർ അത് ഇന്നും വളരെ വലിയ ദിവ്യമായി കരുതി ഇപ്പോഴും അതിൻ്റെ വേർതിരിവുകൾ, വിവേചനങ്ങൾ ഒക്കെ ഇപ്പോഴും ഈ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കും ഈ ക്ലാസിക് കലകൾ അഭ്യസിക്കാനുള്ള അവസരം ഇപ്പോഴുണ്ട്. കാരണം ഇന്നത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. പക്ഷേ അവർക്ക് അമ്പലത്തിലോ ക്ഷേത്രങ്ങളിലോ അതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്, അവരെ അപമാനിക്കപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കേരളത്തിൻ്റെ നാടക അഭിനയ കലകളെ നിരീക്ഷിക്കാൻ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ശ്രീമാൻ സതീഷിൻ്റെ വളരെ പ്രഗത്ഭമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ആധികാരികമായ പ്രഭാഷണം കേൾക്കാനും ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.